2025 മെയ് 10 സിറാജ് എഡിറ്റോറിയൽ. ഉന്നത കോളേജുകളിലെ വിദ്യാർത്ഥി ആത്മഹത്യ. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വിദ്യാർത്ഥി ആത്മഹത്യയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. വിദ്യാർത്ഥികളുടെ ആത്മഹത്യക്ക് ഇടയാക്കുന്ന അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി ലഘൂകരിക്കുന്നതിനും പരിഹരിക്കുന്നതിനും സമഗ്രവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുന്നത് ആത്മഹത്യകൾ തടയാൻ വലിയൊരളവോളം സഹായകമാകുമെന്ന് ജസ്റ്റിസ് KB പർദിവാല, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരുൾപ്പെട്ട കോടതി ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഈ മാസം 4 ഗോരഖ്പൂർ IIT-യിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവമാണ് സുപ്രീം കോടതിയെ അസ്വസ്ഥമാക്കിയത്. ബീഹാറിലെ ഷിയോഹർ ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് ആസിഫ് എന്ന 3ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് മോഹൻ മാളവ്യ ഹാൾ ഹോസ്റ്റലിലെ മുറിയിൽ സ്വയം ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ടത്. നീറ്റ് എഴുതാനിരുന്ന മധ്യപ്രദേശിലെ ഷിയോപൂരിൽ നിന്നുള്ള 18-കാരി വിദ്യാർത്ഥിനി രാജസ്ഥാൻ കോട്ടയിലെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത സംഭവവും കോടതി ചൂണ്ടിക്കാട്ടി. കോട്ടയിൽ വർഷങ്ങളായി മാതാപിതാക്കളോടൊപ്പം താമസിച്ചു വരുന്ന വിദ്യാർത്ഥിനി പരീക്ഷയ്ക്കുള്ള അവസാന തയ്യാറെടുപ്പിനിടെയാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 4 മാസത്തിനിടെ കോട്ടയിൽ നടക്കുന്ന 17ാമത്തെ ആത്മഹത്യയാണിത്. നേരത്തെ ഡൽഹി IIT-യിലെ 2 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ വിദ്യാർത്ഥി ആത്മഹത്യകളുടെ കാരണം കണ്ടെത്താൻ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് NTF രൂപവൽക്കരിച്ചിട്ടുണ്ട്. ജാതി വിവേചനം, സാമുദായിക വിവേചനം, ലിംഗപരമായ വിവേചനം, വർഗീയത, അക്കാദമിക സമ്മർദ്ദം, സാമ്പത്തിക ഭാരം, മാനസികാരോഗ്യപരമായ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, റാഗിംഗ് തുടങ്ങി ആത്മഹത്യ പ്രേരകമായ ഘടകങ്ങൾ കണ്ടെത്തുന്നതിനു പുറമെ നിലവിലുള്ള ചട്ടങ്ങൾ ആത്മഹത്യാ പ്രതിരോധത്തിൽ പര്യാപ്തമാണോ എന്ന് സമിതി പരിശോധിക്കുകയും വിദ്യാർത്ഥി സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശുപാർശകൾ സമർപ്പിക്കുകയും ചെയ്യും. 2018 മുതൽ 2023 ജൂൺ വരെയുള്ള 5.5 വർഷത്തിനിടയിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 98 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായും 33,979 വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചു പോയതായും 2023 ജൂലൈയിൽ അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഡോക്ടർ സുഭാഷ് സർക്കാർ രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു. IIT, NIT സ്ഥാപനങ്ങളിലാണ് ആത്മഹത്യകൾ കൂടുതൽ നടക്കുന്നത്. യഥാക്രമം 39ഉം 25ഉം പേരാണ് മേൽക്കാലയളവിൽ ഈ സ്ഥാപനങ്ങളിൽ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യുന്നവരിൽ ബഹുഭൂരിഭാഗവും ദളിതരോ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരോ ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അക്കാദമിക സമ്മർദ്ദത്തിലുപരി ജാതീയവും സാമുദായികവുമായ വിവേചനവും പീഡനവുമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സുഖ്ദിയോ തോറാട്ട് കമ്മീഷൻ 2007, ബൽചന്ദ്ര മുൻഗക്കർ കമ്മീഷൻ 2012 തുടങ്ങിയ അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നാക്ക വിഭാഗക്കാരായ വിദ്യാർത്ഥികൾ മെസ്സിൽ വിവേചനം നേരിടുന്നതായും ഹോസ്റ്റൽ മുറികളിൽ ഒറ്റപ്പെട്ടു കഴിയാൻ നിർബന്ധിതരാകുന്നതായും 2007 മൻമോഹൻ സർക്കാർ നിയോഗിച്ച തോറാട്ട് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അധ്യാപകരിൽ നിന്ന് അവഹേളനം, നിസ്സഹകരണം, മോശം പെരുമാറ്റം, മുൻവിധിയോടെയുള്ള സമീപനം, മാറ്റി നിർത്തൽ തുടങ്ങി പിന്നാക്ക ജാതിക്കാരായ വിദ്യാർത്ഥികൾ പലവിധ വിവേചനങ്ങൾക്ക് വിധേയരാകുന്നതായും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ജാതി വിവേചനത്തെ തുടർന്നുള്ള ആത്മഹത്യകൾ നിരന്തരം തുടർന്നിട്ടും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാനുള്ള നയപരവും ഫലപ്രദവുമായ നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിൽ 2019 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിക്കവേ പ്രൊഫസർ സുഖ്ദിയോ തോറാട്ട് നിരാശ രേഖപ്പെടുത്തുകയും ചെയ്തു. സവർണ ബ്രാഹ്മണിക്കൽ സംസ്കാരത്തിന്റെ ആധിപത്യമാണ് രാജ്യത്തെ ബഹുഭൂരിഭാഗം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും. വരേണ്യ ജാതിക്കാരാണ് അധ്യാപകരിൽ ബഹുഭൂരിഭാഗവും. ഇതാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വിവേചനത്തിന്റെ കാരണങ്ങളിലൊന്ന്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും SC/ST വിഭാഗക്കാരുടെയും OBC-കാരുടെയും അധ്യാപക പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. UGCയുടെ 2014
ഓൾ ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം പ്രസ്തുത വർഷം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 89% ഉന്നത ജാതിക്കാരാണ്. ഇത്തരം തസ്തികകളിൽ പിന്നാക്ക വിഭാഗക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയാൽ ജാതി സാമുദായിക വിവേചനം വലിയൊരളവോളം കുറയ്ക്കാൻ സാധിക്കും. തങ്ങളുടെ അസ്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതിനും വിവേചനത്തിനെതിരെ പ്രതികരിക്കുന്നതിനും വേണ്ടി സംഘടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഉന്നത സ്ഥാപനങ്ങളിൽ ദളിതർക്ക്. ദളിത് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾ സ്ഥാപന മേധാവികളുടെയും സവർണാധിപത്യ വിദ്യാർത്ഥി സംഘടനകളുടെയും അക്രമാസക്തമായ അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വരുന്നു. വേദം ശ്രവിക്കുന്നവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് ഉദ്ഘോഷിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് കീഴ്ജാതിക്കാരൻ പഠിച്ചു ഉയരുന്നത് കണ്ടു നിൽക്കാനുള്ള മാനസികാവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകില്ല. ഈ മാനസികാവസ്ഥയാണ് വിവേചനത്തിന്റെയും അവഹേളനത്തിന്റെയും അടിസ്ഥാന കാരണം. ഇത്തരം വിശ്വാസങ്ങളും ചിന്താഗതികളുമാണ് ആദ്യമായി തുടച്ചു നീക്കേണ്ടത്.